മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കളങ്കാവൽ എന്ന സിനിമയിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറും സൈനിഡ് മോഹനും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യത ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. മോഹൻകുമാർ എന്നൊരു അധ്യാപകൻ സൈനിഡ് മോഹൻ എന്നൊരു സീരിയൽ കില്ലർ ആയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോഹൻകുമാർ അധ്യാപകനായിരുന്ന കാലത്ത് ഒരു ക്രിസ്ത്യൻ യുവതിയായിട്ടാണ് ആദ്യം അദ്ദേഹം പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത്. ആ കല്യാണത്തിന് ശേഷമാണെങ്കിൽ പുള്ളിക്കാരി നിർബന്ധിച്ചിരുന്നു ക്രിസ്ത്യനായി മാറാൻ വേണ്ടി. അപ്പം മതം മാറാൻ പുള്ളിക്കാണെങ്കിൽ താല്പര്യമില്ലാതെ വന്നതിന് ശേഷം അവർ ഡിവോഴ്സ് ആകുകയാണ് ചെയ്തത്. അതിനുശേഷം പുള്ളി വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ സ്ത്രീയെ കല്യാണം കഴിച്ച് നല്ല രീതിക്ക് ആ ലൈഫ് മുമ്പോട്ട് പോകായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. ആ ബന്ധം ഒരു സെക്ഷുവൽ ലൈഫിലോട്ട് പോവുകയും പിന്നെ ആ ഒരു സ്ത്രീ ഈ പുള്ളിക്കാരന് വേറെ ഭാര്യമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആ ഒരു സ്ത്രീക്ക് അറിയില്ലായിരുന്നു. അറിയാത്ത പക്ഷം അപ്പോൾ ആ പുള്ളിക്കാരിയാണ് ഇതുപോലെ കല്യാണം കഴിക്കണം എന്ന് പറയുകയും അപ്പം പുള്ളിക്ക് ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഊരിപ്പോണമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയെ ആണെങ്കിൽ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് തെല്ലിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തെല്ലിയിട്ട് കൊല്ലാൻ നേരം പക്ഷെ ആ ഒരു സ്ത്രീയുടെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് അതിലൂടെ വന്നുള്ള വള്ളക്കാരനാണെങ്കിൽ ഇവരെ കാണുകയും ഇവരെ രക്ഷിക്കുകയും അന്നേരം ഇതുപോലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം പോലീസുകാർ മൊഴിയെടുക്കാൻ വന്നപ്പോഴാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇന്നൊരാളാണ് ഇത് ചെയ്തതെന്ന്. അപ്പം ഈ ഒരു വിഷയം കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി ചെറുതായിട്ടൊന്ന് സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ ആ ഒരു യുവതിയുടെ ആ ഒരു മൊഴിയിൽ നിന്ന് ഈ സൈനിഡ് മോഹനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പുള്ളി ജയിലിലേക്ക് വരികയാണ്. ജയിലിൽ വെച്ച് പുള്ളിക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിയാണെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ അയാൾ അവരോട് പറഞ്ഞു ഇതുപോലെ ഞാനാണെങ്കിൽ ശരിക്കും വലിയൊരു കുറ്റമൊന്നും ചെയ്തിട്ടല്ലേ ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പം ഈ സൈനിഡ് മോഹൻ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു അതെന്താ താൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അപ്പൊ ആ പ്രതി ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അപ്പം സ്വർണ്ണപ്പണിക്കാരിൽ നിന്നാണ് സൈനിഡ് മോഹൻ ആണെങ്കിൽ ആദ്യമായിട്ട് ഈ സൈനീഡ് എന്ന് പറഞ്ഞൊരു വാക്കും അതിന്റെ തീവ്രത എന്താണെന്നുള്ളതും പുള്ളി മനസ്സിലാക്കിയത്. ഒരു മനുഷ്യനെ പോലും ആ സൈനീഡ് കൊണ്ട് 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും എന്നുള്ള ഒരു കാര്യം പുള്ളി അവിടെ നിന്നാണ് മനസ്സിലായത്. അതായത് നമ്മുടെ മൃഗങ്ങൾ പോലുള്ള നമ്മുടെ പശു പോലും പെട്ടെന്ന് മരിച്ചു പോകും. അത്രയും വലിയൊരു പശു അങ്ങനെ സൈനീഡ് കഴിച്ച് മരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ഒരു സൈനൈഡ് ചെന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് സൈനൈഡ് മോഹൻ മനസ്സിലാക്കുന്നത്. അന്നേരം മുതൽ പുള്ളിയുടെ മനസ്സിൽ സൈനൈഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, ഇതെങ്ങനെ മേടിക്കാം എന്നുള്ള കാര്യങ്ങൾ മൊത്തം പുള്ളിയുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ച് ഈ കേസിന്റെ വിധി വന്നപ്പം ഈ കേസ് തള്ളിപ്പോവാണ് ചെയ്തത്. വലിയ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഒരു കേസ് തള്ളിപ്പോയത്. അതിനുശേഷം ഈ ജയിലിൽ നിന്ന് പുള്ളി ഉടനെ ഇറങ്ങിയിട്ടാണെങ്കിൽ ആദ്യം പുള്ളി പോകുന്നത് ഈ സൈനീഡ് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ സൈനീഡ് മേടിക്കാൻ ഇപ്പം നമുക്കിങ്ങനെ സാധനങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളി ഒരു സ്വർണ്ണപ്പണിക്കാരനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു രീതിക്കാണ് അവരെ പുള്ളി സമീപിച്ചത്. അപ്പൊ അങ്ങനെ സമീപിച്ചപ്പോഴത്തേക്കിനും അവര് ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള സൈനീഡും കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷമാണ് ശരിക്കും മോഹൻകുമാർ എന്ന ആള് സൈനിഡ് മോഹനിലേക്കുള്ള ഒരു മാറ്റം ആദ്യമായിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സൈനിഡ് മോഹൻ ആണെങ്കിൽ പുതിയൊരു ഇരയെ തേടി ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വലയിൽ ഒരു സ്ത്രീ ഇതുപോലെ വീഴുകയും അവരുടെ അടുത്ത് പുള്ളി കല്യാണം കഴിച്ചോളാം എന്നൊരു വാഗ്ദാനം നൽകി നമുക്ക് നാട് വിടാമെന്നുള്ളത് പറഞ്ഞത്. ഒരിക്കലും പുള്ളി നമ്മുടെ ആ ഒരു നാട്ടിൽ ആ ഒരു ഏരിയയിലൊന്നും പുള്ളി ഇതുപോലെ സ്ത്രീകളെ ഒന്നും കൊണ്ടുപോയി ഇതുപോലെ ഒന്നും ചെയ്യില്ല. അവിടുന്ന് ഒത്തിരി ദൂരെ അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ടാണ് പുള്ളിയുടെ ആ ഒരു സ്വഭാവം കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് പെൺകുട്ടികളോട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളി എടുക്കേണ്ടതെല്ലാം, അതായത് സ്വർണം അതുപോലെ പൈസ പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തോണം എന്നുള്ള ഒരു കാര്യം കൂടെ ഈ പെൺകുട്ടികളോടെല്ലാം പുള്ളി പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം എടുത്തോണ്ടാണ് ഈ ഒരു പെൺകുട്ടി ഇയാളെ വിശ്വസിച്ചാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന് അവർ തമ്മിൽ ഇതുപോലെ വെളിയിൽ പോവുകയും അവിടെ ഒരു റൂം എടുക്കുകയും അവരുടേതായിട്ടുള്ള നിമിഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പുള്ളിക്കാരന്റെ ആ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനാണെങ്കിൽ സൈനൈഡ് കലർത്തിയ ഒരു ഗുളിക കൊടുക്കുകയും അത് ഗർഭനിരോധന മരുന്നാണെന്നുള്ള രീതിക്കാണ് പുള്ളി അത് കൊടുക്കുന്നത്. അത് കൊടുത്ത് ആ ഒരു സ്ത്രീ അത് കഴിച്ചതിന് ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയും അവര് കൊണ്ടുവന്ന് ആ സ്വർണവും പൈസയും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടുത്തെ സ്ഥലം മുങ്ങുകയും ചെയ്യുന്നതാണ് ഇയാളെ പ്രധാന പണി എന്ന് പറയുന്നത്. ഇതേ സെയിം രീതിക്കുള്ള 20 മേളിലുള്ള കേസുകളാണ് പിന്നീട് വന്നത്. അതും പല വർഷങ്ങളിലായിട്ടാണ് കേസുകൾ വന്നത്. അപ്പം ലാസ്റ്റ് നമ്മുടെ സൈനീഡ് മോഹൻ കുടുങ്ങിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇയാൾ ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ഒരു പെണ്ണെ വലയിലാക്കുകയും അവരെ ഇതുപോലെ അവരുടെ സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി റൂം എടുക്കുകയും അവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
ഇതുപോലെ തന്നെ ഗർഭനിരോധന മരുന്ന് ഇയാൾ കൊടുക്കുമ്പം ഈ ഒരു സ്ത്രീ എപ്പോഴും ഇയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ആ സ്ഥലത്ത് നിന്ന് തന്നെയല്ല മരുന്ന് കഴിക്കുന്നത്, വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇയാൾക്ക് അറിയാം 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ആള് മരിച്ചു പോകുന്നു. അപ്പം ഇയാൾ ഏകദേശം ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കിനും അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് മുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആ ഒരു മരുന്ന് കഴിച്ചിരുന്നില്ല. ആ മരുന്നിന് പകരം പുള്ളിക്കാരി അതെടുത്ത് ഇങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി വായിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ ഒരു വല്ലാത്തൊരു മണം, ഈ ഒരു സൈനൈഡിന്റെ കലർന്ന ആ ഒരു പുള്ളിക്ക് വല്ലാത്തൊരു മണം ഉണ്ടാവുകയും പുള്ളിക്കാരിക്ക് അത് മനസ്സിനെ പിടിക്കാതെ വന്ന് ഛർദ്ദിച്ചിട്ട് അവരുടെ ബോധം പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അവരെ ആണെങ്കിൽ ഇതുപോലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പം ആ പെൺകുട്ടി ആ പോലീസുകാരോട് അന്ന് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഫുൾ ആ പോലീസുകാരോട് പറയുകയും ഈ ഒരു പെൺകുട്ടി കാരണം കൊണ്ടാണ് ഒരു പെൺകുട്ടി കാരണമാണ് സൈനിക് മോഹനെ അന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. നടന്ന കാര്യം മൊത്തം പറഞ്ഞപ്പോഴത്തേക്കിനും പോലീസിന് മനസ്സിലായി ഇതിനു മുമ്പും ഇതേ രീതിക്ക് കൊലപാതകം ചെയ്തിരുന്നത് ഇയാളായിരുന്നുള്ളൊരു തെളിവും സൈനിക് മോഹന്റെ പേരിലാണെങ്കിൽ പോലീസിന് കിട്ടിയിരുന്നു. ആ ഒരു ഇത് ആസ്പദമാക്കിയാണെങ്കിൽ സൈനിക് മോഹനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പം ആ പെൺകുട്ടി ആ പോലീസുകാരോട് അന്ന് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഫുൾ ആ പോലീസുകാരോട് പറയുകയും ഈ ഒരു പെൺകുട്ടി കാരണം കൊണ്ടാണ് ഒരു പെൺകുട്ടി കാരണമാണ് സൈനിക് മോഹനെ അന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. നടന്ന കാര്യം മൊത്തം പറഞ്ഞപ്പോഴത്തേക്കിനും പോലീസിന് മനസ്സിലായി ഇതിനു മുമ്പും ഇതേ രീതിക്ക് കൊലപാതകം ചെയ്തിരുന്നത് ഇയാളായിരുന്നുള്ളൊരു തെളിവും സൈനിക് മോഹന്റെ പേരിലാണെങ്കിൽ പോലീസിന് കിട്ടിയിരുന്നു. ആ ഒരു ഇത് ആസ്പദമാക്കിയാണെങ്കിൽ സൈനിക് മോഹനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൈനിക് മോഹനെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ വിധി വന്നപ്പോഴത്തേക്കിനും വധശിക്ഷ തന്നെയാണ് കോടതി ആദ്യം പുള്ളിക്കാരന് ഇതാക്കിയത്. പിന്നെ അതിനുശേഷമാണ് വധശിക്ഷ വെട്ടി കുറച്ചാണെങ്കിൽ ജീവപര്യന്തത്തിലേക്കാക്കി മാറ്റി. പിന്നെ പുള്ളിക്കാരൻ അങ്ങനെയാണ് പിന്നെ ഇപ്പോഴും ജയിലിൽ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോഹൻകുമാർ എന്ന അധ്യാപകരിൽ നിന്ന് സൈനിക് മോഹൻ എന്ന സീരിയൽ കില്ലർ ആയ ഒരു കഥ എന്ന് പറയുന്നത്. ഇനി ഇതേ സൈനിക് മോഹന്റെ കഥയാണോ കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടറിനെ അവർ വെച്ച് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമ നാളെ റിലീസ് ആവുകയാണ്. നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും ഇതിന്റെ റിവ്യൂ ഫസ്റ്റ് ഇടുന്നത് നമ്മളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.